ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ സുരേന്ദ്രന് കളമൊരുങ്ങുന്നു. 5 വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ അറിയിച്ചു. ഇന്നലെ രാത്രി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ പി.കെ. കൃഷ്ണദാസും എൻ രാധാകൃഷ്ണനും എം.ടി. രമേശും വിഷയത്തിൽ എതിർപ്പറിയിച്ചു. തർക്കത്തിനിടെ സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ ഓൺലൈൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. സീഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സീഫ്, ഇന്നലത്തെ യോഗത്തിനിടെ എന്താണ് സംഭവിച്ചത്? സുരേന്ദ്രന് തുടരാനുള്ള കളമൊരുങ്ങുകയാണ്. അതിൽ മറുവിഭാഗത്തിന് വലിയ എതിർപ്പാണോ ഉള്ളത്? അങ്ങനെയാണ് ദിവ്യ കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ബി.ജെ.പിയുടെ ഭാരവാഹികൾ അത് 3 വർഷത്തേക്കാണ് ആ നിയമനം നടക്കുന്നത്. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ 5 വർഷമായി. 3 വർഷത്തിനിടയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് 5 വർഷത്തേക്ക് പോയത്. 5 വർഷമായതുകൊണ്ട് തന്നെ ഇനി തുടരാൻ കഴിയില്ല, അവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന നിലപാട് 2 ദിവസം മുമ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായ ചില നേതാക്കൾ സംസ്ഥാനത്തെ നേതാക്കന്മാരെ അറിയിച്ചിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ ഓൺലൈൻ യോഗത്തിൽ നടന്നത്. 5 വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷകയായ വാനതി ശ്രീനിവാസനാണ് നിലപാട് വിശദീകരിച്ചത്. ഇതോടുകൂടി സുരേന്ദ്രനും വീണ്ടും മത്സരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേന്ദ്രനും വീണ്ടും ഒരു അവസരം ഒരുങ്ങി വരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ മാറ്റണം, അതിനുള്ള സാധ്യത കുറവാണ്. വീണ്ടും മത്സരിക്കാൻ കളമൊരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ സംസ്ഥാന അധ്യക്ഷനായി തുടർന്നേക്കും. ഇതൊരു മുൻധാരണ തെറ്റിച്ചെന്നാണ് സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് 5 വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നായിരുന്നല്ലോ. പെട്ടെന്ന് എന്താണ് നിലപാട് മാറ്റാൻ എന്ന ചോദ്യം ഇന്നലെ സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ വാനതി ശ്രീനിവാസൻ പറഞ്ഞത് നേരത്തെയുള്ള നിലപാട് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടായതാണ്, നിലപാട് ഇതാണ്, കേന്ദ്രത്തിന്റെ നിലപാട് ഇതാണ് എന്ന് അവർ വിശദീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി എതിർപ്പുന്നയിച്ചുകൊണ്ട് പി.കെ. കൃഷ്ണദാസും എൻ രാധാകൃഷ്ണനും എം.ടി. രമേശും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തർക്കത്തിനിടെ സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കടുത്ത എതിർപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ വിരുദ്ധ ചേരിയിൽ നിന്ന് ഉയർന്നു വരുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് ഒരു പിന്തുണ സുരേന്ദ്രനുണ്ടോ എന്ന സംശയം സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ബി.ജെ.പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ. സ്വാഭാവികമായും സുരേന്ദ്രൻ വിരുദ്ധ പക്ഷം ഈ എതിർപ്പ്, അവരുടെ ഒരു നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നതിൽ സംശയമില്ല. ഇതിൽ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള പിന്തുണ ലഭിക്കാൻ തന്നെയാണോ സാധ്യത? സുരേന്ദ്രനൊപ്പം തന്നെ ആയിരിക്കുമോ കേന്ദ്ര നേതൃത്വം നിലകൊള്ളുക? സുരേന്ദ്രനൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ മത്സരിക്കാനുള്ള അവസരം ഈ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് നൽകില്ലായിരുന്നു. മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് 5 വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാൻ അവസരം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി എത്തിച്ചേരുകയാണ്. അത് കേന്ദ്ര നേതൃത്വത്തിന് പിന്തുണയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് എന്നാണ് സുരേന്ദ്രൻ വിരുദ്ധ ചേരി പറയുന്നത്. മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ സുരേന്ദ്രന് അനുകൂലമായിട്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഒരു നിലപാട് കൂടി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുക. ദിവ്യ, അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ അങ്ങനെയൊരു നീക്കം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക? സേഫ്, അതെ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിന്റെ ഒരുക്കങ്ങളിലേക്ക് പാർട്ടി നേതൃത്വത്തിന് കടക്കേണ്ടിയിരിക്കുന്നു. പുതിയൊരു നേതൃത്വത്തെ കൊണ്ടുവന്ന് പാർട്ടിയെ മൊത്തത്തിൽ അത് ഉടച്ചു വാർക്കണം എന്ന അഭിപ്രായം സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കളായ കൃഷ്ണദാസിനും അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണനും എം.ടി. രമേശിനും എല്ലാം ഉണ്ട്. എം.ടി. രമേശിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചനകളെല്ലാം നടന്നതാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് സുരേന്ദ്രൻ തുടരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എം.ടി. രമേശ് അടക്കമുള്ള സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾക്കിടയിൽ അത് വലിയ ചേരുകരുവും മറ്റു പ്രശ്നങ്ങൾ ആഭ്യന്തര കലഹത്തിലേക്ക് പോലും പോകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. പരസ്യമായ പ്രതികരണത്തിലേക്ക് അവർ കടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാണണം. പക്ഷേ ഇന്നലെ ഓൺലൈൻ യോഗത്തിൽ അവർ പറഞ്ഞത് ഇത് നേരത്തെ ഉണ്ടായ ധാരണയ്ക്ക് വിരുദ്ധമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശക്തമായ എതിർപ്പാണ് സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ ഒരു വിഭാഗത്തിനുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന തീരുമാനം വരുന്നു. അതിനെതിരെയാണ് പി.കെ. കൃഷ്ണദാസും എൻ രാധാകൃഷ്ണനും എം.ടി. രമേശും അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ചേർന്ന ഓൺലൈൻ യോഗത്തിലടക്കം അവർ എതിർപ്പറിയിച്ചു എന്നാണ് അറിയുന്നത്. സേഫ് സൈലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്ത